ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് കുഞ്ഞു വിശേഷമായിട്ടാട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ ബ്രദറിൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ ഇന്ന് തലേന്നാണ് കേട്ടോ, നമ്മൾ തലേന്ന് പോവുകയാണ്. അപ്പം എന്താ പറയുക, അവസാനം വരെ കാണാം. സബ് ചെയ്യാത്തത് സബ് ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കരുത്, ലൈക്ക് അടിച്ച് കൂട്ടാക്കണേ. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. ഇക്കാടെ വീട്ടിലും അവിടെയും കല്യാണമാണ് മാമൻ്റെ മോൻ്റെ. ഞങ്ങൾ പറഞ്ഞു ഓട്ടോയിൽ പോയിക്കൊണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ബസ്സിലൊന്നും പോക്ക് നടക്കില്ല, അപ്പോൾ ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ പോയി കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ആങ്ങളുടെ മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വണ്ടി കൊണ്ട് ഇവിടെ എത്തിയിട്ട് വിളിച്ചാൽ മതി, ഞാൻ വണ്ടി കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കല്യാണപ്പെണ്ണിനെ മണ്ഡപത്തിലാക്കിയതിന് ശേഷം ഇനി മക്കളെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓട്ടോ ഇറങ്ങിയ സ്ഥലത്തേക്ക് വന്നു കേട്ടോ, ബ്രദറിൻ്റെ മോന്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഇവിടുന്ന് ഒരു 5 മിനിറ്റും കൂടിയുള്ളൂ കേട്ടോ. ഒന്ന് റോഡ് തന്നെയാണ്, മെയിൻ റോഡ് തന്നെയാണ്. ഒന്ന് ഇങ്ങനെ വളവ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു റോഡാണ്. പക്ഷെ മെയിൻ റോഡ് ബസ് റൂട്ടൊക്കെ ഉള്ള റോഡ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇനി മണ്ഡപത്തിലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അവസാനം വരെ കാണാതിരിക്കരുത്, കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ ഓരോന്ന് സംസാരിച്ചിട്ടാണ് കേട്ടോ പോണത്. കുറേ ആയിട്ട് ഇവന് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ സംസാരിച്ച ശേഷം നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മണ്ഡപത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ നേരം ഉള്ളിലൊക്കെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം പുറത്തിറങ്ങിയതാട്ടോ എല്ലാവരും. അങ്ങനെ നമ്മൾ മണ്ഡപത്തിലെത്തി. ഇതാണ് സ്റ്റേജ് കേട്ടോ. ഞാൻ നല്ലപോലെ വീഡിയോസ് സത്യം പറഞ്ഞല്ലേ, നമ്മുടെ ഒരു വീട്ടിലാവുമ്പോൾ നമുക്ക് നല്ലപോലെ എടുക്കാൻ കഴിയില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തതൊന്നും അത്ര ക്ലിയർ ആയിട്ടില്ല, നല്ലപോലെ എനിക്ക് എടുക്കാനേ പറ്റിയിട്ടില്ല. എന്നിട്ട് ലിബമോൾ ചീത്ത പറയുന്നുണ്ട്, ഉമ്മച്ചി നല്ല വീഡിയോ കിട്ടിയിരുന്നു, എന്തിനാണ് വീഡിയോ എടുക്കാണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത. പക്ഷേ തീരെ മൂടുണ്ടായിരുന്നു. പിന്നെ തിരക്കൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറിയിട്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ പിന്നെ കുറേ നേരം പെണ്ണങ്ങനെ പോസ്റ്റ് ആയിരുന്നു, കാരണം ആളൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പോഴേക്കും കുറച്ച് നേരം പോസ്റ്റ് അടിച്ചിരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇരുന്നിട്ട് കുഞ്ഞു വീഡിയോസും സംസാരം കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് കുടുംബക്കാർ ഒത്തുചേരുമ്പോഴുള്ള ആ ഒരു ഇതിൻ്റെ ആങ്ങളയാണ് കേട്ടോ, രണ്ടാമത്തെ ആങ്ങളയാണ്. അപ്പോൾ ഈ ആങ്ങളുടെ ഇപ്പോൾ കല്യാണമുള്ള ഇതാ കണ്ടോ, സ്റ്റേജിൽ ഫോട്ടോ എടുക്കണ ഒരു ഫാമിലി ഉമ്മ ഉപ്പ കേട്ടോ. ഇവർ 2 പേരെയും കല്യാണം ഒരുമിച്ചിട്ടാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ആങ്ങളുടെ 3 മക്കളുടെയും കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ ഈ ആങ്ങളുടെ ഒരു മോളേ ഉള്ളൂ, ഒരു മോനുമാണ്. അങ്ങനെ ഈ മോളുടെ കല്യാണമാണ്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ, ക്ലിയർ ആയിട്ടില്ലെങ്കിലും കുഞ്ഞു വിശേഷങ്ങളാണ്. നല്ല ഡ്രസ്സിങ്ങൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് ആണെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ആങ്ങളുടെ പേരക്കുട്ടി എൻ്റെ മോളും കൂടെ ഇവിടെ ഭയങ്കര കളിയും ഓട്ടവും കുസൃതിയും എല്ലാം കൂടെ ആയിരുന്നു കേട്ടോ. ഈ കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ, ഡുണ്ടുമോൻ ഭയങ്കര എന്താ പറയുക, ഭയങ്കര രസമാണ് കേട്ടോ. ആൾക്കൊരു ഓരോ മൂഡാണ്. പക്ഷെ ഇടക്കിടക്ക് മമ്മി വാ പോവാന്ന് പറയട്ടോ. ഇടക്കിടക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ അങ്ങനെ ഒരു പറച്ചിലുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നു കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു തലേന്ന്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കായിരുന്നു, നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. ഇതാണ് നാത്തൂരും മോളും, ബാക്കി 2 പേരും എബ്രോഡാണ്, അതുകൊണ്ട് അവർക്ക് കൂടാൻ പറ്റിയില്ല. അതേപോലെ താത്താടെ 2 മക്കളും നഴ്സിങ്ങിന് പഠിക്കുന്നുണ്ട്. അവർക്ക് എന്തോ പുറത്ത് പോയിട്ടുള്ള കോഴ്സും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ അവർക്കും വരാൻ പറ്റിയില്ല. അതിന് ശേഷം നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുള്ള് കലാപരിപാടികളായിരുന്നു. ചെക്കൻ്റെ വീട്ടിലത്തെ പെണ്ണിൻ്റെ വീട്ടിലത്തെ ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ തരാൻ. അവരൊക്കെ പോയതിന് ശേഷം പിന്നെ നമ്മൾ ഫുള്ള് ഒപ്പനയും എന്താ പറയുക അടിച്ചുപൊളിയായിരുന്നു കേട്ടോ. ട്രെൻഡിനൊപ്പം പോകാൻ പറഞ്ഞിട്ട് ഓരോ റീൽസും കാര്യങ്ങളും എടുക്കുകയാണ് കേട്ടോ. അതിനൊക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പാണ്. പിന്നെ ഡാൻസും കാര്യങ്ങളും എൻ്റെ ഫോണിൽ അധികമല്ല കേട്ടോ, എൻ്റെ ഫോണിൽ വളരെ കുറച്ചാളൂ. കാരണം ഞാനും അതിൽ ഏർപ്പെട്ട കാരണം എനിക്ക് അധികം എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം എടുത്തത് മുഴുവനും വേറെ ആരൊക്കെ ഐഫോണിലാണ് നല്ല ക്ലിയറിൽ എടുത്തിട്ടുണ്ടാവും, കാരണം അതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഇതൊക്കെയാണ് ഇപ്പോൾ രാത്രിത്തെ വിശേഷം. 3 മണി 3:30 ആയിട്ടോ എല്ലാവരും ഒന്ന് സൈഡായപ്പോഴത്തേനും. പിന്നെ രാവിലെ നേരത്തെ പെണ്ണിന് മേക്കപ്പ് ചെയ്യാൻ പോകേണ്ടതും കൂടിയാണ്, മേക്കപ്പ് ചെയ്യാൻ പോകേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ക്ഷീണിച്ചിട്ട് ആകെ ടൈമും വഴുകി, ആകെ ഇതൊക്കെ സീനായിരുന്നു രാവിലെ കേട്ടോ. പക്ഷെ ഒക്കെ അൽഹംദുലില്ലാ റാഹത്തായി, എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് അടിപൊളിയായി ഉഷാറായി കഴിഞ്ഞു. ഹാപ്പിയായി എല്ലാവരും കേട്ടോ. പെണ്ണൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ, അവൾക്ക് ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല, നല്ല ഹാപ്പിയാണ്. പിന്നെ ഒപ്പനയായി, ഡാൻസായി, പാട്ടായി, രസം എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ. എന്താ പറയുക, അവരുടെ തറവാട്ടിലെ ആദ്യത്തെ കല്യാണമാണ്, അപ്പം അതിൻ്റെ ഒരു രസം കൂടിയുണ്ട്. പിന്നെ ഡാൻസ് കളിക്കാനും പാട്ടിനും എല്ലാത്തിനും
പ്രായം ഭേദമന്യെന്ന് പറയില്ലേ, എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം കാലത്ത് കേട്ടോ ഉറക്കം മതിയാവാതെ എല്ലാവരും ഉറക്കം തൂങ്ങിയിരിക്കണ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെയാണ് രാവിലെ താത്താടെ ഉപ്പയാണ്, മൂത്ത നാത്തൂനാണ്. നമ്മൾ പിന്നെ രാവിലെ നേരം വെളുത്തിട്ട് ഓരോന്ന് സംസാരിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പുറത്തേക്കൊന്ന് പോയേക്കുമ്പോൾ എൻ്റെ ഒപ്പം മണ്ഡപത്തിലേക്ക് പോകാൻ നേരത്തെ ഒരുങ്ങിയിരിക്കുന്നുണ്ട്. ഞാൻ പോവുക നിങ്ങൾ എപ്പോഴാച്ച് വന്നോന്ന് പറഞ്ഞിട്ട് ഇപ്പം നേരത്തെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള കുഞ്ഞു വിശേഷങ്ങൾ നെക്സ്റ്റ് പാർട്ടായിട്ട് വരാം. ബൈ, അസ്സലാമു അലൈക്കും.